ഇപ്പോൾ സാലറി പെൻഷൻ കൂടുതൽ കൊടുത്തു 5 വർഷത്തിലൊരിക്കൽ റിവിഷൻ മറ്റുള്ള സംസ്ഥാനങ്ങളിലില്ല എന്ന് പറയുന്നു, കേന്ദ്രത്തിലില്ല. എന്തായാലും ഇവിടെ കൊടുത്തു കഴിഞ്ഞ ഒരു കാര്യം നമുക്ക് പിൻവലിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു കറക്ഷൻ വേണ്ടതാണ്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സമൂഹത്തിലേക്ക് കൂടുതൽ പണം എത്തിക്കണം. ഈ ആശയം ശരിയാണോ? തത്തുല്യമായ സ്വർണം എന്നുള്ളൊരു കണക്കുണ്ടായിരുന്നു, ആ കണക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ഈ ധനകാര്യ മാനേജ്മെൻറ്റിൽ രാഷ്ട്രങ്ങൾക്കുണ്ട്, സംസ്ഥാനങ്ങളല്ല രാഷ്ട്രങ്ങൾക്കും. 2008 കാര്യം പറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ സമയത്താണെന്ന് തോന്നുന്നു ഡോക്ടർ തോമസ് ഐസക് ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി സാമ്പത്തിക മാന്ദ്യം ലോകം മുഴുവൻ ഉണ്ടായ സമയത്ത് അത് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നത്, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സമൂഹത്തിലേക്ക് കൂടുതൽ പണം എത്തിക്കുകയാണ് വേണ്ടതെന്നും അപ്പോൾ കൂടുതൽ അതിനുവേണ്ടി കടം എടുക്കുന്നത് തെറ്റല്ല എന്നുമുള്ള ഒരു അതന്ന് അദ്ദേഹം അതൊരു ബജറ്റിലെ ഒരു പോളിസി ആയിട്ട് അത് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ കൂടുതൽ പണം കടം വാങ്ങുകയും കൂടുതൽ പണം ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യണം എന്നൊരു സമീപനം എടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ട് താങ്കൾ എന്തോ അഭിപ്രായം പറഞ്ഞതിന് ചില വിമർശനങ്ങളും ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇല്ല, എനിക്ക് അതിനെക്കുറിച്ച് അത്രയ്ക്ക് ഞാനത് അങ്ങനെ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഈ പൊതുക്കടത്തിനെക്കുറിച്ചുള്ള എൻ്റെ അടിസ്ഥാനപരമായ ധാരണകളാണ് ഇപ്പം ഞാൻ താങ്കളുമായിട്ട് ശ്രീ വേണുവുമായിട്ട് പങ്കുവെച്ചത്. അപ്പോൾ ഒരു വീക്ഷണമാണ്, അതൊരു വീക്ഷണമാണ്. അതിൽ ഇനി ഞാനിത് പറയുന്നത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ, നമ്മുടെ വീക്ഷണത്തിൽ എന്തെങ്കിലും പോരായ്മകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താനും സാധിക്കും. പിന്നെ ഇത് ഇപ്പോൾ സാധാരണക്കാരും ഒക്കെ കാണുന്ന ഒരു പ്രോഗ്രാമായിരിക്കും. പക്ഷേ പ്രധാനമായിട്ടും ശ്രീ വേണു നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 1973 തന്നെ നമ്മുടെ ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ്, അതായത് കറൻസിക്ക് വേണ്ടി നീക്കി വയ്ക്കപ്പെട്ടിരുന്ന ഒരു റിസർവായിരുന്നു സ്വർണം. സ്വർണത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കറൻസി ഇറക്കിക്കൊണ്ടിരുന്നത്. 1973 ആ സംവിധാനം തച്ചുടയ്ക്കപ്പെട്ടു. അപ്പോൾ അതിനുശേഷം ഫിയറ്റ് കറൻസിയാണ്. നമുക്കിന്ന് ഗോൾഡ് റിസർവ് ഒന്നുമില്ല. നമ്മളിപ്പം ഈ നമ്മുടെ കറൻസിയിൽ ഐ പ്രോമിസ് ടു പേ ദ ബെയറർ ദ സം ഓഫ് 500 rupees. 500 rupees ഓഫ് വാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ സ്വർണം, തത്തുല്യമായ സ്വർണം എന്നുള്ളൊരു കണക്കുണ്ടായിരുന്നു, ആ കണക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ഈ ധനകാര്യ മാനേജ്മെൻറ്റിൽ രാഷ്ട്രങ്ങൾക്കുണ്ട്, സംസ്ഥാനങ്ങളല്ല രാഷ്ട്രങ്ങൾക്കുണ്ട്. നോട്ടടിക്കുന്നത് രാഷ്ട്രങ്ങളായതുകൊണ്ട് അതെ, നോട്ടടിച്ച അപ്പോഴും നമ്മൾ സാധാരണ ഇതിനെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് പറയാം, എന്നാൽ പിന്നെ നോട്ടടിച്ച് അങ്ങ് നമുക്ക് അങ്ങനെയല്ല പറയുന്നത്. അതായത് ഇതിൻ്റെ അടിസ്ഥാന തത്വത്തിനെക്കുറിച്ച് പറഞ്ഞെന്ന് മാത്രം. അതിൻ്റെ അർത്ഥം ഇഷ്ടംപോലെ നോട്ടടിച്ചു. കാരണം അങ്ങനെ ഇഷ്ടംപോലെ നോട്ടടിച്ചാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇമ്മീഡിയറ്റ്ലി എല്ലാവർക്കും മനസ്സിലാവുന്നത് പോലെ പണപ്പെരുപ്പമുണ്ടാവും. പണപ്പെരുപ്പം വരുമ്പോൾ വിലക്കയറ്റം വരും. അപ്പോൾ വിലക്കയറ്റം, പണപ്പെരുപ്പം, അതിൻ്റെയൊക്കെ തോതും, പിന്നെ ഡോളർ റുപ്പി റേറ്റ്, ഇതൊക്കെ നോക്കിയിട്ടുള്ള ഒരു സമീപനമാണ് വേണ്ടത്. അതിൽ നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് 3-3.5 അങ്ങനത്തെ ഒരു ഈ ബൈബിളോ ഖുറാനോ ഒക്കെ പറയും പോലത്തെ, അല്ലെങ്കിൽ ഭഗവത്ഗീതയോ ഒക്കെ പറയും പോലെ ഇൻവയോലബിളായിട്ട്, ഇതിങ്ങനെ നിരാകരിക്കാൻ പറ്റാത്ത ഒരു രൂപരേഖയോ അല്ലെങ്കിൽ കണക്കോ ഒന്നുമല്ല. ഇതിൽ കുറച്ച് ഫ്ലെക്സിബിലിറ്റിയൊക്കെ നമുക്കാവാം, വികസനത്തിന് വേണ്ടി, മാറ്റത്തിന് വേണ്ടി. പിന്നെ അഥവാ ഒരു സംസ്ഥാനം ഇപ്പോൾ കടം കൂടുതൽ എടുത്തുകൊണ്ടാണ് മുന്നേറുന്നതെങ്കിൽ, എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്, ഒരു റോഡിൽ ട്രാഫിക്കിൻ്റെ ലിമിറ്റ് 80 കിലോമീറ്ററാണ് സ്പീഡ്. 110 കിലോമീറ്റർ സ്പീഡിൽ ഒരു വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ആ വണ്ടിക്ക് എങ്ങനെയാണ് 80 കിലോമീറ്ററിൽ എത്താൻ സാധിക്കുക? ക്രമമായിട്ടല്ലേ അത് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു കറക്റ്റീവ് ആക്ഷൻ പ്ലാൻ എന്നുള്ള രീതിയിൽ 1-2 വർഷം കൊടുത്തുകൊണ്ട് ഏത് സംസ്ഥാനത്തിനും അങ്ങനത്തെ ഒരു കറക്റ്റീവ് ആക്ഷൻ പ്ലാൻ കൊടുത്തുകൊണ്ട് അവരോട് ഈ നിലവാരത്തിലേക്ക് നിങ്ങൾ വരണം, അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്ലാൻസ് സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനുള്ള ഒരു പരിഹാരം നാം കണ്ടെത്തണം. വീണ്ടും പറയുന്നു, സമവായം. ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ലാതെ ഒരു സമവായത്തിൻ്റെ പാതയിൽ സംയുക്തമായി വികസനത്തിനു വേണ്ടി, അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് ചെലവിന് വേണ്ടി, പിന്നെ നിത്യനിദാന ചെലവുകൾ, കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ, അതാണ് ഞാൻ പറയുന്നത്. കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ ചിലവാക്കാതിരിക്കാൻ പറ്റില്ലോ. എന്ത് തന്നെ തെറ്റുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ സാലറി പെൻഷൻ കൂടുതൽ കൊടുത്തു 5 വർഷത്തിലൊരിക്കൽ
എന്താണ് റിവിഷൻ മറ്റുള്ള സംസ്ഥാനങ്ങളിലില്ല എന്ന് പറയുന്നു, കേന്ദ്രത്തിലില്ല എന്തായാലും. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് പിൻവലിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു കറക്ഷൻ വേണ്ടതാണ്. അപ്പോൾ എല്ലാവരും, ബന്ധപ്പെട്ട സംസ്ഥാനവും ഓഫ് കോഴ്സ് കേന്ദ്രം അതിൽ വലിയൊരു പങ്കുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു സമീപനത്തിൽ കൂടി, സമവായത്തിൽ കൂടി ഇതിനുള്ള പരിഹാരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. അത് കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ്